വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലമായ നേമത്ത് നിലവിലെ മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ കളത്തിലിറക്കാൻ CPIM തത്വത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ഈ നീക്കം. BJPയുടെ ശക്തമായ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ശിവൻകുട്ടി തന്നെ മത്സര രംഗത്തിറങ്ങണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പൊതുവിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPIM നേതൃത്വം നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒരു കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുമെന്ന വിലയിരുത്തലിലാണ് CPIM. മന്ത്രി ശിവൻകുട്ടിക്ക് മത്സരിക്കുന്നതിന് നിലവിൽ പാർട്ടി തലത്തിൽ യാതൊരു തടസ്സങ്ങളും ഇല്ലെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചു. തുടർച്ചയായി 2 ടേം പൂർത്തിയായാൽ മാത്രമേ മത്സര രംഗത്ത് നിന്നും മാറേണ്ടതുള്ളൂ. നേമത്ത് ശിവൻകുട്ടിക്ക് നല്ല സ്വാധീനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്, വി ജോയ് വ്യക്തമാക്കി. ഈ പ്രസ്താവനയിലൂടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് അദ്ദേഹം വിരാമമിടുകയായിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. BJPക്ക് തുറക്കാൻ കഴിയാത്ത വിധം നേമത്ത് സീറ്റ് പൂട്ടിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഈ ആത്മവിശ്വാസം തന്നെയാണ് വീണ്ടും അദ്ദേഹത്തെ കളത്തിലിറക്കാൻ CPIMന് പ്രചോദനമാകുന്നത്. കേരള നിയമസഭയിൽ BJP ഇതുവരെ വിജയിച്ച ഏക സീറ്റാണ് നേമം മണ്ഡലം എന്ന ചരിത്രപരമായ പ്രാധാന്യം ഈ പോരാട്ടത്തിന് ഇരട്ടി വീര്യമേകുന്നു.